ഇന്നുള്ളതൊരു ചക്കയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഒരു ചക്കയൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു ചക്കപ്പൊരി ഉണ്ടാക്കിയാലോന്ന്. അപ്പോൾ ഗൈസ് ഞാനും എൻ്റെ ഉമ്മയും കൂടി ഇത് ചക്കേൻ്റെ ചുളയൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് ചക്ക വീട്ടിലുള്ളവരൊക്കെ ലൈക്ക് അടിക്കണേ. അപ്പോൾ ഗൈസ് എൻ്റെ അമ്മമ്മ അതാ ചക്കയിൽ നിന്ന് നാരുകളൊക്കെ വേർതിരിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ചക്ക ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് ചക്കയിലെ നാരും കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മക്കളെ നമുക്കിതൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് എനിക്കെൻ്റെ മാമയാണ് കേട്ടോ അരിഞ്ഞു തരുന്നത്. ഗൈസ് നമുക്കിത് നീളത്തിൽ നൈസായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് എണ്ണയിലിടുമ്പോൾ നല്ല നെരിഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഗൈസ് കുറച്ച് നാളുകൾക്ക് മുന്നേ ഞങ്ങൾ കുറേ കടകളിൽ ഈ ചക്കപ്പൊരി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും ചക്കപ്പൊരി ഞങ്ങൾക്ക് കടയിൽ നിന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അന്നൊന്നും ചക്കപ്പൊരിയുടെ സീസൺ അല്ലായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും അന്നൊന്നും കിട്ടാത്തത്. നമുക്കിനി നമ്മളെ ചക്കപ്പൊരി ഉണ്ടാക്കാം. അതിനായി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതാ നമ്മളെ ചക്കപ്പൊടി നല്ല മിക്സായി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടാക്കാം കേട്ടോ. എണ്ണ ഇതാ നല്ല ചൂടാവണം. പിന്നെ ഇതാ നമ്മൾ കയ്യിലേക്ക് നമ്മളെ ചക്കപ്പൊരി ഇട്ട് കൊടുക്കാം. നല്ല നെരിഞ്ഞ് വരണം കേട്ടോ ചക്കപ്പൊരി. അപ്പോഴേ നമുക്ക് അതിന് കോരി എടുക്കാൻ പറ്റുള്ളൂ. ഈ എണ്ണയിൽ കിടന്ന് ചക്കപ്പൊരി വരുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല കൊതിയാവുന്നുണ്ട് കേട്ടോ ചക്കപ്പൊരി കഴിക്കാൻ. അപ്പോൾ നമ്മൾക്ക് പിന്നെ അടുത്ത റൗണ്ട് ചക്കപ്പൊരി ഇട്ട് കൊടുക്കാം. ചക്കപ്പൊരി മുരിയുന്നത് വരെ നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചക്കപ്പൊരി ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉള്ളിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്.